ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സാൻസിബാറിലെ പ്രിസൺ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സാൻസിബാറിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടിൽ ഒരു സ്പോട്ടാണ് പ്രിസൺ ഐലൻഡ്. പ്രിസൺ ഐലൻഡ് ചാങ്കോ ഐലൻഡ് എന്നും അറിയപ്പെടുന്നു. സാൻസിബാറിൽ നിന്ന് ഏകദേശം 5.6 കിലോമീറ്റർ നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് പ്രിസൺ ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ ബോട്ടിൽ ട്രാവൽ ചെയ്യണം. രാവിലെ ആണെങ്കിലും നല്ല വെയിലായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പീക്കോക്കാണ്. ഇവിടെ കുറേ പീക്കോക്ക് ഉണ്ട്. നല്ല ഭംഗിയുള്ള പീക്കോക്ക് ഉണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ പീക്കോക്ക്. ചെറിയ രീതിയിൽ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ പീക്കോക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കാരണം അവർ പീലിയൊക്കെ വിടർത്തി നൃത്തമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പീക്കോക്കല്ല കേട്ടോ, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പീക്കോക്ക് നൃത്തമാടുന്നു, അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു പീക്കോക്ക്. അപ്പോൾ ഈ പ്രിസണിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Those names are reason why we call Chango prison, why we call Karanchini station. This prison was built by the first Prime Minister of Zanzibar, Lord Matthew, especially for prisoners, for keep the prisoners inside. It was never used as a prison because it was a corruption disease. So that's why prison turned to be a quarantine station. People were suffered by the yellow fever to their island, so it's not for the Jews. Yeah, took them after that. So after feel free, so we take them after, then we go to Stone Town. And the last name Chango Island. Why we call Chango Island? Because this side of the prison island it was available kind of fish, chango. In English we call red. അപ്പോൾ 1983 സുൽത്താൻ ഓഫ് സൻസിബാറാണ് ഈ പ്രിസൺ ഇവിടെ ബിൽഡ് ചെയ്തത്. പക്ഷേ ശരിക്കും ഈ പ്രിസൺ യൂസ് ചെയ്തത് യെല്ലോ ഫീവർ ബാധിച്ച ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. യെല്ലോ ഫീവർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസാണ്. അത് ഇപ്പോഴും ആഫ്രിക്കയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഫോറിൻ ട്രാവലേഴ്സ് ആഫ്രിക്കയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ യെല്ലോ ഫീവർ വാക്സിൻ എടുത്തിരിക്കണം. ഇപ്പോൾ പ്രിസൺ ഐലൻഡ് ഒരു മ്യൂസിയം ആയിട്ടാണ് കൺവേർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മ്യൂസിയത്തിൽ പ്രിസൺ ഐലൻഡ് ഹിസ്റ്ററിയും പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ചുറ്റും കടലായതുകൊണ്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. പിന്നെ ഇവിടെ കുറേ പുരാതന വസ്തുക്കളുണ്ട് നെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന. പണ്ട് കാലത്ത് ഇവിടുത്തെ പ്രിസണേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഇവിടുത്തെ മേശ, കസേര, ബോട്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, അധികമൊന്നുമില്ല, കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആ മേശയമൊക്കെ ഒന്ന് ഇരുന്നൊക്കെ നോക്കി, വെറുതെ ഒരു രസം. പിന്നെ ബിൽഡിങ്ങൊക്കെ അത്യാവശ്യം നല്ല പഴയ ബിൽഡിങ്ങായിരുന്നു. ബിൽഡിങ്ങുമ്പോൾ ഇങ്ങനെ റൂട്ട്സൊക്കെ ഇങ്ങനെ ഇറങ്ങി ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ചുറ്റുമുള്ള കാഴ്ചയായിരുന്നു ഭംഗി. കടൽ നല്ല ക്ലിയർ വാട്ടർ, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആൽഡബ്ര ജയന്റ് ടോർട്ടോയ്സ് ആണ്. നല്ല വലിയ ടോർട്ടോയ്സ് ആണ്. ഇതിന് ഏകദേശം 1.2 മീറ്റർ നീളവും 250 കിലോഗ്രാം വെയിറ്റും ഉണ്ടാകും. ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 150 ഇയേഴ്സ് ആണ്. അപ്പോൾ പ്രിസൺ ഐലൻഡിൽ 100 ഇയേഴ്സിൽ മുകളിലുള്ള കുറേ ടോർട്ടോയ്സ് ഉണ്ടായിരുന്നു. ഈ ജയന്റ് ടോർട്ടോയ്സിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ഇതിനെ ടച്ച് ചെയ്യാം, പിന്നെ അതിന് ഫുഡ് കൊടുക്കാം, അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് പ്രിസൺ ഐലൻഡിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ ടോർട്ടോയ്സ് മുട്ടയിടുന്ന സ്ഥലം, അങ്ങനെ കുറേ ഏരിയയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതൊക്കെ നല്ല രസമായിരുന്നു. കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ ബൈ പ്രിസൺ ഐലൻഡ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നാക്കുപെൻഡ ഐലൻഡാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.